നമസ്കാരം. എൻ്റെ വീട്ടിലൊരു ആമ്പൽക്കുളം ഉണ്ടാക്കിയതും അത് ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ ഏകദേശം ഒരു മാസത്തോളം എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റാതായപ്പോൾ എൻ്റെ ആമ്പൽക്കുളം എങ്ങനെയായി നോക്കൂ. ഒട്ടും ഭംഗിയില്ലാതെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് പോലെയായി. ഒരു ആമ്പൽക്കുളം അല്ലെങ്കിൽ താമരക്കുളം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് നിലനിർത്താൻ എന്തെല്ലാം ചെയ്യണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ആമ്പലിൻ്റെയും താമരയുടെയും ഒക്കെ ഉണങ്ങിയ അല്ലെങ്കിൽ പഴുത്തു തുടങ്ങിയ ഇലകൾ മുറിച്ച് കളയുക. അതേപോലെ തന്നെ വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള പൂമൊട്ടുകളും മാറ്റണം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുളത്തിൽ മറ്റ് ചെടികളുടെ ഇലകളെല്ലാം പൊഴിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം തന്നെ നമ്മൾ മാറ്റണം. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെള്ളത്തിൽ അസോളയോ അല്ലെങ്കിൽ പിസ്റ്റിയോ പോലെയുള്ള ചെടികളൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓവർ ഗ്രോത്ത് വരാതെ നോക്കണം. അതങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഓവർ ഗ്രോത്ത് വരികയും അത് ആമ്പലിൻ്റെ മുകളിലൂടെ വളർന്ന് ആമ്പലിൻ്റെ വളർച്ചയെ പരിമിതപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ നമ്മൾ വാട്ടർ സർഫസ് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ഈ കുളത്തിൽ ചട്ടിയിലാണ് ആമ്പൽ നട്ടിട്ടുള്ളത്. ഈ ചട്ടിയിൽ ആമ്പലിനോടൊപ്പം തന്നെ ചില ആൽഗെ വളർന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. വെള്ളത്തിന് മുകളിൽ വളരുന്ന ആൽഗെ ഇല്ലാതാക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് പക്ഷേ അടിയിൽ മണ്ണിനോട് ചേർന്ന് വളരുന്ന ആൽഗയാണ്. അത് നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റുന്നത് തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ കുളത്തിനെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ആമ്പലിനും താമരയ്ക്കും എല്ലാം വളം ചെയ്യാം. വളം ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കടലപ്പിണ്ണാക്കാണ്. ചാണകം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഈ വാട്ടർ ലില്ലിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ വളം ചെയ്യേണ്ട രീതിയും ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആമ്പലിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. നന്നായി വളം ചെയ്താലേ എപ്പോഴും പൂത്ത് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലെങ്കിലോ വളം ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളമാണ്. കുളത്തിൽ നിറയെ വെള്ളം ഉണ്ടെങ്കിൽ തന്നെയാണ് അതിന് ഭംഗി കൂടുകയുള്ളൂ. അപ്പം എപ്പോഴും കുളം നിറയെ വെള്ളം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.